ശാസ്ത്രദീപ്തി. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മാത്രമല്ല, പരീക്ഷണശാലകൾ, വ്യവസായശാലകൾ, ആശുപത്രികൾ, ഗവേഷണ സ്ഥാപനങ്ങൾ തുടങ്ങി എവിടെയും ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രക്രിയയാണ് അളവ് അഥവാ മെഷർമെന്റ്. സമയം, ദൂരം, ഭാരം, വേഗത, താപം, മർദ്ദം തുടങ്ങിയ എന്തെല്ലാം വസ്തുതകളാണ് നമുക്ക് അളക്കേണ്ടി വരുന്നത്. ഇത്തരം സംഗതികൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അളവുകൾ കൃത്യമല്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ പ്രവചനാതീതമാണ്. ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഡോക്ടർമാർ പനി നോക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്റർ തെറ്റായ അളവാണ് നൽകുന്നതെങ്കിൽ പനിയുള്ള ഒരു വ്യക്തിക്ക് പനി ഇല്ല എന്നോ പനി ഇല്ലാത്ത ഒരു വ്യക്തിക്ക് പനി ഉണ്ട് എന്നോ തെറ്റായി രോഗനിർണയം നടത്തിയേക്കാൻ സാധ്യതയുണ്ട്. ഏതൊരു അളവ് ഉപകരണവും തെറ്റില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പാക്കാനുള്ള ഒരു പ്രക്രിയയാണ് കാലിബ്രേഷൻ. കൊച്ചി സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന സൊഫിസ്റ്റിക്കേറ്റഡ് ടെസ്റ്റ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ സെന്റർ അഥവാ സ്റ്റിക് എന്ന സ്ഥാപനം നൽകുന്ന സേവനങ്ങളിൽ പ്രധാനമായ ഒന്നാണ് കാലിബ്രേഷൻ. അന്തർദേശീയ ഗുണനിലവാര മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും നിർബന്ധമായും അനുഷ്ഠിച്ചിരിക്കേണ്ട ഒന്നാണ് അവർ ഉപയോഗിക്കുന്ന എല്ലാ അളവ് ഉപകരണങ്ങളുടെയും നിശ്ചിത ഇടവേളകളിലെ ഈ കൃത്യതാ പരിശോധന അഥവാ കാലിബ്രേഷൻ. കാലിബ്രേഷൻ എന്നത് ഒരു തുലന പരിശോധനയാണ്. ഇവിടെ തുലനം ചെയ്യപ്പെടുന്ന ഉപകരണത്തെ DUC അഥവാ ഡിവൈസ് അണ്ടർ കാലിബ്രേഷൻ എന്നും തുലനം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെ മാസ്റ്റർ ഇൻസ്ട്രുമെന്റ് എന്നും വിളിക്കുന്നു. ഒരു വസ്തുതയെ DUC ഉപയോഗിച്ചും മാസ്റ്റർ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചും ഒരേ സമയം അളന്ന് കൃത്യത ഉറപ്പുവരുത്തുന്നതാണ് കമ്പാരിസൺ കാലിബ്രേഷൻ. സ്ഥിരതയുള്ള ഊഷ്മാവിൽ വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലെ എണ്ണയിൽ താഴ്ത്തി വച്ചിരിക്കുന്ന തെർമോമീറ്ററിൽ കാണിക്കുന്ന താപനിലയും അതേ പാത്രത്തിൽ തൊട്ടടുത്തായി താഴ്ത്തി വച്ചിരിക്കുന്ന മാസ്റ്റർ തെർമോമീറ്ററിൽ കാണിക്കുന്ന താപനിലയും തുലനം ചെയ്യുന്നത് കമ്പാരിസൺ കാലിബ്രേഷന് ഉദാഹരണമാണ്. മാസ്റ്റർ ഇൻസ്ട്രുമെന്റ് അളക്കേണ്ട വസ്തുതയുടെ ഉറവിടമാകുകയും അത് DUC നേരിട്ട് അളന്നെടുക്കുകയും ചെയ്യുമ്പോൾ ഡയറക്റ്റ് കാലിബ്രേഷനായി. വെർനിയർ കാലിപ്പേഴ്സ് എന്ന ഉപകരണത്തെ കാലിബ്രേറ്റ് ചെയ്യാനായി നിശ്ചിത അളവുകളുള്ള ലോഹക്കട്ട അഥവാ ഗേജ് ബ്ലോക്ക് ഉപയോഗിക്കുന്നത് ഡയറക്റ്റ് കാലിബ്രേഷനാണ്. അങ്ങനെ വ്യത്യസ്ത ഉപകരണങ്ങൾക്ക് വ്യത്യസ്ത തരം കാലിബ്രേഷൻ രീതികളാണ് ഉപയോഗിക്കുന്നത്. ഈ വിവരങ്ങൾ നൽകിയത് പോൾ വി ജോൺ, ടെക്നിക്കൽ മാനേജർ, STIC, കുസാറ്റ്. ശാസ്ത്രദീപ്തി.